സുന്ദരന്മാരായി അവർ വളർന്നു. ഭക്ഷണം കുട്ടിക്കിളിയുടെ കൊക്കിൽ വെച്ച് വിഴുങ്ങിയ ഉടനെ അതിൻ്റെ പിൻവശം ഉയർന്നു വന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി വന്നു. അമ്മപ്പക്ഷി വളരെ ശ്രദ്ധയോടെ അത് കൊക്കിലേക്ക് ആവാഹിച്ച് ഉടനെ പുറത്തേക്ക്. നമസ്കാരം, എക്സലാറ്റിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. കുറച്ചാഴ്ചകളായി കൃത്യമായി വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വീടിൻ്റെ ചെറിയൊരു റെനോവേഷൻ വർക്കിലാണ്. ഇന്ന് വെച്ച് റെനോവേഷൻ വർക്കിനെ കുറിച്ചല്ല വീഡിയോ. റെനോവേഷൻ നടക്കുന്നതിനാൽ ഞങ്ങൾ 4 പേരും ഒരു റൂമിലേക്ക് മാറിയതും ആ റൂമിൽ മറ്റൊരു 4 പേർ കൂടി വിരുന്നു വന്നതും അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കെ വെറുതെ കണ്ണിന് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതൊരു കിളിക്കൂടാണെന്ന് മനസ്സിലായി. അടുത്ത ദിവസം ഒരു മുട്ടയും 3-ാം ദിവസം 2 മുട്ടയും ആ കൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. രാത്രി ഞങ്ങൾ റൂമിലേക്ക് പോയപ്പോൾ കൂട്ടിൽ കിളി കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ പോലെ ലൈറ്റിട്ട് കിടക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പരിചയക്കുറവ് മൂലമാകണം പക്ഷി കൂട്ടിൽ നിന്നും പറന്നു. പക്ഷേ റൂമിന് പുറത്തു പോകാനാകുമായിരുന്നില്ല. കാരണം പുറത്ത് ഇരുട്ടായിരുന്നു. റൂമിൽ കുറേ നേരം പറന്ന പക്ഷി ഷെൽഫിന് മുകളിൽ നിലയുറപ്പിച്ചു. ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി നോക്കി. പക്ഷേ പക്ഷി കൂട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. അടുത്ത ദിവസം പുലരുമ്പോഴേക്കും പക്ഷി പുറത്തേക്ക് പോയിരുന്നു. ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തു കടന്ന് എപ്പോഴോ പക്ഷി കൂട്ടിൽ വന്ന് കൂട്ടിൽ മുട്ടകൾക്ക് അടയിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ലൈറ്റ് ഇടാതെ റൂമിൽ കയറി ഉറങ്ങി. പക്ഷി ആ രാത്രി ഞങ്ങൾക്കൊപ്പം 5ാമനായി താമസിച്ചു. പക്ഷേ എന്നും ഞങ്ങൾക്ക് പക്ഷിയെ കെയർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ സാധാരണ രീതിയിലേക്ക് തിരിച്ചു വന്നു. പക്ഷി ഇങ്ങനെ 4 പേർ ഈ റൂമിലുണ്ട് എന്ന ഭാവമേ ഇല്ലാതെ ഞങ്ങൾ എത്തും മുമ്പേ കൂട്ടിലെത്തി ഉറക്കം തുടങ്ങി. പിന്നെ ഞങ്ങൾ അടുത്തുപോയി നോക്കിയാലോ ശബ്ദമുണ്ടാക്കിയാലോ കണ്ണു തുറക്കാനോ പറന്നു പോകാനോ ഉള്ള ഒരു ഭാവവും കക്ഷിക്കില്ലായിരുന്നു. പക്ഷികളെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. റൂമിന് പുറത്തേക്ക് പോകാനായി വച്ചിരിക്കുന്ന ഫാനിൻ്റെ ഇടയിലൂടെ അകത്തേക്കും പുറത്തേക്കും യാതൊരു തടസ്സവുമില്ലാതെ അവർ വന്നുപോയിക്കൊണ്ടിരുന്നു. രാവിലെ അച്ഛൻ പക്ഷി വന്ന പുറത്തെ മാവിൽ നിന്നും ശബ്ദമുണ്ടാക്കി വിളിക്കും. അത് കേട്ടിട്ടും ഉണർന്നില്ലെങ്കിൽ അകത്തേക്ക് വന്ന് ഫാനിന് മുകളിലിരുന്നാവും വിളി. ഈ വിളി കേട്ട് എന്നും ഞങ്ങളും അമ്മപ്പക്ഷിയും ഉണർന്നു. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത്ര ദിവസമായിട്ടും റൂമിലോ ബെഡിലോ ജനാലപ്പടിയിലോ അവരുടേതായ ഒരഴുക്കും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഒരു തൂവൽ പോലും താഴെ പോവാതെ വളരെ ശ്രദ്ധയോടെയാണ് ഇവർ റൂമിൽ താമസിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷികൾ ഞങ്ങളുമായി കൂടുതലെടുത്തു. ഞങ്ങളുള്ള സമയത്ത് വരുന്നതിലോ പോകുന്നതിലോ ഒന്നും അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒറ്റ റൂമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും റൂമിൽ വന്നും പോയും കൊണ്ടും ഇരുന്നു. കൂടെ പക്ഷികളും. ഇരട്ടത്തലച്ചി എന്ന പേരിൽ വിളിക്കുന്ന ബുൾബുൾ വർഗ്ഗത്തിൽപ്പെടുന്നതാണ് ഈ പക്ഷികൾ എന്നറിയാൻ കഴിഞ്ഞു. ഇവ കൂടുതൽ സംരക്ഷണത്തിനായിട്ടാവണം മനുഷ്യനുമായി ഇങ്ങനെ ചേർന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ അനുഭവം വെച്ച് ശരിയാണ്. ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ കൂട്ടിൽ നിന്നും നേരിയ കരച്ചൽ. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു കുഞ്ഞുങ്ങൾ വിരിഞ്ഞു എന്ന്. അമ്മപ്പക്ഷി പുറത്തേക്ക് പോകുന്നതുവരെ ഞങ്ങൾ കാത്തുനിന്നു. പുറത്തേക്ക് പോയ ഉടനെ ഞങ്ങൾ കൂട്ടിലേക്ക് നോക്കി. കൂട്ടിൽ തൂവലുകളില്ലാത്ത 2 ചുവന്ന കുഞ്ഞി കിളികൾ. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നോക്കി നിൽക്കെ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങി. ഓരോ ദിവസവും വളർച്ച കാണാമായിരുന്നു. രാവിലെ തന്നെ അച്ഛൻ കിളി വന്ന് അമ്മയെ വിളിച്ച് പുറത്തേക്ക് പോയാൽ തിന്നാനുള്ള വകയുമായിട്ടാണ് തിരിച്ചു വരവ്. ആദ്യം ഒരാൾക്ക് കൊടുത്ത് വീണ്ടും പോയി അടുത്തയാൾക്ക്. നോക്കി നിൽക്കെ കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ മുളച്ചു. തവിട്ടു നിറത്തിലുള്ള തൂവലുകളുമായി സുന്ദരന്മാരായി അവർ വളർന്നു. ഭക്ഷണം കുട്ടിക്കിളിയുടെ കൊക്കിൽ വെച്ച് വിഴുങ്ങിയ ഉടനെ അതിൻ്റെ പിൻവശം ഉയർന്നു വന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി വന്നു. അമ്മപ്പക്ഷി വളരെ ശ്രദ്ധയോടെ അത് കൊക്കിലേക്ക് ആവാഹിച്ച് ഉടനെ പുറത്തേക്ക് പറന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇതാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഇവർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു തൂവലോ വേസ്റ്റോ ഒന്നും ഞങ്ങൾക്ക് ശല്യമാകുന്ന ഒരു പ്രവർത്തനവും ഇവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ പക്ഷിയെക്കുറിച്ച് വിക്കിപീഡിയയിൽ തിരഞ്ഞപ്പോൾ 14 ദിവസം കൊണ്ടാണ് മുട്ട വിരിയുന്നത് എന്നാണ് കണ്ടത്. എന്നാൽ 11 ദിവസം കൊണ്ട് ഇവിടെയുള്ള മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ 14 ദിവസം കഴിഞ്ഞാലാണ് പറക്കാൻ തുടങ്ങുന്നത് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ 9 ദിവസം കൊണ്ട് തന്നെ പറക്കാൻ തുടങ്ങി എന്നല്ല, പറന്നുപോയി. ഒരു പക്ഷേ കാലാവസ്ഥയിലുള്ള വ്യതിയാനം ഇതിനൊക്കെ ഒരു വലിയ ഘടകമായി വർത്തിക്കുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷികൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പുറത്ത് ധാരാളം തുമ്പികളും ചിലന്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അവയെ ഇടയ്ക്കിടയ്ക്ക് ശേഖരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തും അവയുടെ കരച്ചിലും സ്നേഹവും അനുഭവിച്ചും ആ പക്ഷി ദമ്പതികളും അത് കണ്ടുകൊണ്ട് ഞങ്ങളും വളരെ സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങൾ കഴിച്ചു. രാവിലെ മാത്രമേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം രാത്രി അമ്മക്കിളി അവർക്ക് മുകളിലായി ചൂടേകിയിരിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം റൂമിലെത്തിയ ഞങ്ങൾ ആകെ തരിച്ചുപോയി. അമ്മക്കിളിയില്ല. കൂട്ടിൽ ഒരു കുട്ടി മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു. റൂമിൽ പൂച്ച കയറിയതാവണം. ഒരു കുട്ടിയെ പൂച്ച കൊണ്ടുപോയി കാണും എന്ന് ഞങ്ങൾ ഊഹിച്ചു. അമ്മക്കിളി പേടിച്ച് പറന്നുപോയി കാണും. ഈ ഒരു കിളി പറക്കാനാകാതെ പേടിച്ചു പോയിട്ടുണ്ടാവും. അവനെ കുറച്ചുനേരം ആശ്വസിപ്പിച്ച് കൂട്ടിലിരുത്തി ഞങ്ങൾ ഉറക്കത്തിലേക്ക് പോയി.
ഒരു രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ പുറത്തുനിന്നും പതിവ് ശബ്ദം കേട്ടു. ഞങ്ങൾ കരുതി അച്ഛൻ കിളി കഥയറിയാതെ അമ്മയെ വിളിക്കുകയാകും എന്നാണ്. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഏറെ സന്തോഷം പകരുന്നതായിരുന്നു. അച്ഛൻ കിളിയും അമ്മക്കിളിയും ഇന്നലെ കാണാതായ കിളിക്ക് പറക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. മാവിൻ ചില്ലയിൽ നിന്നും തെങ്ങോലയിലേക്കും അവിടെ നിന്നും അടുത്ത ഓലയിലേക്കും അവൻ പറന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ കുട്ടിക്ക് ഇന്നലെ പറക്കാനാകാത്തത് കൊണ്ടാണ് ഇവൻ ഇവിടെ തന്നെ ആയിപ്പോയത് എന്ന്. താമസിയാതെ അമ്മ റൂമിലെത്തി. കുഞ്ഞിക്കിളിയെ എന്തൊക്കെയോ പറഞ്ഞ് അവനിൽ പറക്കാനുള്ള ഊർജം പകർന്നു. എന്നാലും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ചിറകിലുണ്ടായിരുന്ന മാറാലയും മറ്റഴുക്കുകളും നീക്കം ചെയ്ത് അമ്മക്കിളി വീണ്ടും ട്രെയിനിങ് തുടങ്ങി. അതിൽ അവൻ വിജയിച്ചു. കുട്ടിക്കിളി പറന്നുപോയി. ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷമോ സങ്കടമോ എന്തോ ഒന്ന് ബാക്കിയാക്കി.